പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും വീണ്ടും ജയിൽ ശിക്ഷ. സൗദി അറേബ്യൻ കിരീടാവകാശി സമ്മാനിച്ച ആഭരണം കുറഞ്ഞ വിലയ്ക്ക് കൈക്കലാക്കിയെന്നാണ് കേസ്. പാകിസ്ഥാനിലെ നിയമം അനുസരിച്ച് ഇത്തരം സമ്മാനങ്ങൾ തുഷഖാന എന്ന ട്രഷറി വിഭാഗത്തിനാണ് കൈമാറുക. കേസ് രാഷ്ട്രീയ പ്രേരിതം എന്ന് ഇമ്രാൻഖാൻ പ്രതികരിച്ചു. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ പറയൂ. തീർച്ചയായും തൊഷഖാന എന്ന് പറയുന്ന ആ ട്രഷറിയുടെ വിഭാഗത്തിനാണ് ഇത്തരം സമ്മാനങ്ങൾ കൈമാറുക എങ്കിലും അത്തരത്തിൽ സമ്മാനം ലഭിച്ച രാഷ്ട്രീയ നേതാക്കൾക്ക് ആ തുക നൽകിയത് വാങ്ങാനുള്ളൊരു നിയമം പാകിസ്ഥാനിൽ തന്നെ നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ഇത്രയും വിലയേറിയ ഒരു ആഭരണം അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ കുറച്ച് വാങ്ങുന്നതിനെ ചില വാല്യുവേഷനുകളിൽ തട്ടിപ്പ് നടത്തിയ ഒരു സ്വകാര്യ സ്ഥാപനത്തിനെ അതിന് നിർബന്ധിച്ച് ഒരു കുറഞ്ഞ തുക അതിന്റെ വാല്യുവേഷനായി കണക്കാക്കി ആ ആഭരണം കൈക്കലാക്കി എന്നൊരു ആരോപണമാണ് ഇമ്രാൻഖാന് നേരെ വരുന്നത്. അതാണ് തെളിയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇമ്രാൻഖാനും ബുഷ്ര ബീബിക്കും നേരത്തെ ഉണ്ടായിരുന്ന 14 വർഷത്തിന് പുറമെ വീണ്ടും സമാന കുറ്റത്തിന്, അതായത് തോഷ്ഖാന 2 എന്ന് പറയുന്ന ഒരു കേസായി കണക്കാക്കി അതിലിപ്പോൾ പോയി ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ സമ്മാനങ്ങളെല്ലാം തോഷ്ഖാനയിലേക്കാണ് പോകേണ്ടത്. തോഷഖാനയിൽ എത്തിയതിനു ശേഷം അത് രാഷ്ട്രത്തിന്റെ കൈവശം വയ്ക്കുകയും ആവശ്യമെങ്കിൽ അത് ലേലം ചെയ്യുക, അത്തരത്തിലുള്ള രീതികളാണ്. ചരിത്രപ്രധാനമായ സംഭവങ്ങൾ അല്ലെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ കൈകാര്യം ചെയ്യുക എന്നും ചില നിയമത്തിൽ പരാമർശമുണ്ട്. അത്തരത്തിൽ ലഭിച്ച സമ്മാനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൈക്കലാക്കി രാജ്യത്തിന് നഷ്ടം വരുത്തി എന്ന ഗുരുതരമായ ഒരു ഒഫൻസാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേരെയും അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷ്ര ബീബിക്ക് നേരെയും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം എന്ന് തന്നെയാണ് ഇമ്രാൻഖാൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. 2023 മുതൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ എതിരെ നിരവധിയായ ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും പെൻഡിംഗ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ശിക്ഷകൾ വിധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അദ്ദേഹം കഴിയുന്ന ജയിലിൽ മറ്റാരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായതിന് പുറമെയാണ് ഈ സംഭവ വികാസം കൂടി ഉയർന്നു വരുന്നത്.